ആ ഒരു വൈറൽ മത്തി ഫ്രൈ ഉണ്ടല്ലോ, അതിനുശേഷം നമുക്ക് വൈറലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ അയല ഫ്രൈ ആട്ടോ ഇന്ന് കാണിക്കുന്നത്. ഈ ഒരു അയല ഫ്രൈ നിങ്ങൾ വിചാരിച്ചാൽ ഇത് നമുക്ക് വൈറലാക്കാന്നേ. ഫ്രൈ പാൻ ചൂടാക്കാതെ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരെ കരിയാതെ ശ്രദ്ധിക്കണേ. മൂത്ത് വരുന്ന സമയത്ത് അതിലേക്കൊരു 6 വലിയ ചെറിയുള്ളി ചതച്ചെടുത്തതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളകൊക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുത്ത മത്തിയും അയിലൊക്കെ കഴിച്ചിട്ടില്ല, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആട്ടോ ഇതിന്. ഇത് ഞാൻ മത്തിയിലും ചെയ്തിട്ടുണ്ടോ, മത്തിയിൽ ചെയ്താലും അടിപൊളിയാണ്. അതിലേക്ക് പുളിവെള്ളം നമ്മുടെ പുളിക്കനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഫ്ലേവർ എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ മസാല നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ 6 അയലമീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം, എന്നാലും ഉള്ളിലേക്കൊക്കെ നല്ല മസാല പിടിക്കുകയുള്ളൂ. എന്നിട്ട് അത് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് അതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ മീനുകളും നമുക്ക് ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഉൾഭാഗത്തേക്കൊക്കെ മസാല ഈ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു നമ്മൾ ആ ഒരു കീറിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്നും മസാല ഉണ്ടാവില്ലല്ലോ, അവിടേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കുറേ സമയം വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കരുത്. ഫസ്റ്റ് തന്നെ 1 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മസാലയ്ക്ക് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം നമുക്ക് മൊരിഞ്ഞ് വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, ഏകദേശം വെന്ത് മൊരിഞ്ഞ് വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ആദ്യത്തേത് ശരിക്കും ആദ്യം മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ശരിക്കും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ രണ്ടാമത്തെ മറിച്ചിട്ട് കൊടുക്കലാണ് ശരിക്കും നമ്മളിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ആ ഭാഗം അങ്ങനെ അത് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ല പുളിയും കുരുമുളകും ഒക്കെ പിടിച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു മീൻ ഫ്രൈ ആട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ അയലയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ കറിവേപ്പിലൊന്നും ഇടും. കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഫസ്റ്റ് നമ്മൾ ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചോറിലേക്ക് ഇട്ട് കഴിക്കാം. ഈ ഒരു ഐറ്റം മാത്രം മതിയിട്ട് ചോറ് ശരിക്കും വയറ് നിറയെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.